ഹലോ, നല്ല നമസ്കാരം. വലതുവശത്തെ കള്ളൻ മലയാള സിനിമയിൽ നമ്മുടെ ത്രില്ലറുകളുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ബിജു മേനോൻ, ജോജു ജോർജ് പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. ഡിനോ തോമസ് ഇലാൻ തിരക്കഥ എഴുതി. ഈ ചിത്രം സാധാരണ ത്രില്ലറുകളിൽ നിന്നും ഒന്ന് മാറി ഒരു ഇമോഷണൽ ക്രൈം ത്രില്ലർ എന്നുള്ള നിലയ്ക്കാണ് പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ ഇതൊന്നും കാണാതെ, ടീസർ പോലും കാണാതെയാണ് ഞാൻ പോയി കണ്ടത്. ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ആക്ടിങ് കൊണ്ട് ഗംഭീരമാണ്. ബിജു മേനോൻ ഒരു അഴിമതിക്കാരനായിട്ടുള്ള CA ആൻ്റണി സേവ്യർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ബിജു മേനോൻ അത്യന്തം കിടിലം തന്മയത്തോടുകൂടി അവതരിപ്പിച്ചു. മനസ്സിലൊരു കള്ളത്തരം ഒളിപ്പിച്ചു വച്ചിട്ട് പുറത്ത് മറ്റൊരു രീതിയിൽ പെരുമാറുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗ് ഏറെ കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു എന്താ പറയുക, ബിജു മേനോൻ്റെ ഒരു എൻജിനിങ് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും വളരെയധികം ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ജോജു ജോർജ് മകൾക്ക് വേണ്ടി നീതി തേടുന്ന ഒരു സാമുവൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരുപാട് ഇമോഷൻ തലങ്ങൾ ജോജു മനോഹരമായിട്ട് ആവിഷ്കരിച്ചു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ പ്രേക്ഷകൻ്റെ കണ്ണ് നിറയ്ക്കുന്ന തരത്തിലുള്ള ഇമോഷൻ രംഗങ്ങൾ ഈ ചിത്രത്തിൽ ജോജുവാണ് പ്രകടമാക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയം, ആദ്യ പകുതിയും ഒരു കുട്ടിയുടെ തിരോധാനത്തെ ചുറ്റിപ്പറ്റി തുടങ്ങുന്ന കഥ, ടോക്സിക് പാരൻറ്റ്, അതോടൊപ്പം തന്നെ ബാഡ് പാരൻറ്റിങ് എന്നീ ഗൗരവമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ആദ്യ പകുതിയിൽ വളരെ ട്രിപ്പിംഗ് ആയി വളരെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ പിന്നാലെ വരുമ്പോൾ അത്ര ഗൗരവമായി അതിനെ കൈകാര്യം ചെയ്തില്ല എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സാങ്കേതിക ഇത് നോക്കുമ്പോൾ സംഗീതം, വിഷ്ണു ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ത്രില്ലർ സ്വഭാവത്തെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമോഗ്രാഫി, അതോടൊപ്പം തന്നെ എഡിറ്റിങ്, സതീഷ് കുറുപ്പിൻ്റെ ഛായാഗ്രഹണവും VPS വിനായകൻ്റെ എഡിറ്റിങ്ങും മികച്ച നിലവാരം പുലർത്തിയെന്ന് തന്നെ പറയാം. ജിത്തുവിൻ്റെ പഴയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലുള്ള ആ ഒരു ലോങ് ഷോട്ടും സ്മൂത്ത് ട്രാൻസിഷനുകളും സാങ്കേതികമായി ഒരു മികച്ച രീതിയിൽ തന്നെ നിന്നു എന്ന് തന്നെ പറയാം. ഇതിന് നെഗറ്റീവ് പറയുമ്പോൾ രണ്ടാം പകുതിയിൽ ആ ഒരു ഇഴച്ചലുണ്ടല്ലോ, പിന്നെ ലോജിക്ക് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം. ആദ്യ പകുതിയിൽ ഒരു ആവേശവും രണ്ടാം പകുതിയിൽ ആ ഒരു ആവേശം നിലനിർത്താൻ വളരെയധികം പ്രയാസപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില രംഗങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി പിന്നെ ലാഗടിച്ച് കൊല വിളിച്ചു എന്ന് തന്നെ പറയാം. അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നതിന് പകരം ആ കാഴ്ചക്കാരായി നിൽക്കുന്ന രംഗങ്ങൾ പോലെ ചിലയിടങ്ങളിൽ ലോജിക്കിൻ്റെ പ്രശ്നം കൊണ്ട് അത് കച്ചടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ജിത്തു ജോസഫ് സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ. ഈ സിനിമയിൽ അങ്ങനെയുള്ള ഒരു പല സംഭവം ഇല്ല. പല സസ്പെൻസുകളും ക്ലൈമാക്സും വളരെയധികം നോർമൽ ആയിട്ട്, അതും അല്ലെങ്കിൽ പ്രേക്ഷകന് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം. പിന്നെ ഇതിലെ മറ്റ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പലരും, സഹനടിമാരും സഹനടന്മാരും, ചിലരുടെ പ്രകടനം വളരെയധികം ഡ്രാമാറ്റിക്, അതോടൊപ്പം ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. പ്രത്യേകിച്ച് KR ഗോകുലിൻ്റെ, അതോടൊപ്പം തന്നെ വൈഷ്ണവി രാജ്, അവരുടെയൊക്കെ അഭിനയം കച്ചടയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്വാഭാവികമായിട്ട് ആക്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. സംഭാഷണങ്ങളൊക്കെ ഒരു മാതിരി കാണാപ്പാടം പഠിച്ച് പറയുന്നത് പോലുള്ള ഒരു അനുഭവമാണ് എനിക്ക് മൊത്തത്തിൽ അവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ജിത്തു ജോസഫിൻ്റെ മുൻ ചിത്രമായിട്ടുള്ള മിറാഷിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടു. ഒരു മികച്ച സിനിമയായിട്ട് എനിക്ക് തോന്നാൻ കാരണം, ഞാൻ ഇതിൻ്റെ ടീസറോ ഇതിൻ്റെ ട്രെയിലറോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇന്നലെ ഈ സിനിമ ഇവിടെ ഇന്ത്യയിലെ എല്ലായിടത്തും ഇറങ്ങി, പക്ഷേ ഇന്നാണ് ഈ സിനിമ ഇവിടെ റിലീസായത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് റിവ്യൂ കാണണോ വേണ്ടയോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇന്ന് എന്ത് സിനിമ കാണാം എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ന് മുതൽ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം പോയി കണ്ടതാണ്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ, കാരണം അത് കഴിഞ്ഞിട്ട് ബാക്കി റിവ്യൂ ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ കണ്ടതുകൊണ്ട് എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ലാഗും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ സിനിമ എനിക്ക് വർക്കൗട്ടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3.5 മാർക്കൊക്കെ കണ്ണും പൂട്ടി ഞാൻ കൊടുക്കുന്ന ഒരു സിനിമ. 5ൽ ഒരു 3.5
5 മാർക്ക് ഞാൻ കൊടുക്കും. ആ രീതിയിലുള്ള കാര്യം വെച്ചാൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സാധനം അദ്ദേഹം തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം വളരെ പ്രെഡിക്റ്റബിളാണ്, എല്ലാ സാധനവും ഓക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ സാധനം അദ്ദേഹത്തിന് തരാൻ കഴിഞ്ഞതുകൊണ്ട് ഈ സിനിമ എനിക്ക് മോശമാണ് എന്നെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കുഴപ്പമില്ലാതെ കുടുംബസമേതം പോയി എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് വലതുവശത്തെ കള്ളൻ ഫീൽ ചെയ്തത്. താങ്ക്